അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദവും തിരുവാതിരയും പുണതത്തിൽ മുക്കാലും ആണ് മിഥുനക്കൂറ്. ഇവർക്ക് ലഗ്നത്തിലാണ് ബുധൻ, അത് വക്രത്തിലുമാണ്. അത് ഒരുപാട് ചിന്ത ഉണ്ടാക്കുന്നതും ചില ആലോചിക്കാതെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുതിയ പ്രൊജക്റ്റുകൾ ഇപ്പോൾ തുടങ്ങാതിരിക്കുകയായിരിക്കും നല്ലത്. പഴയ പ്രൊജക്റ്റുകളോ മറ്റ് ജോലികളോ ഒക്കെ കൂടുതൽ സജീവമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. 2ാം ഭാവത്തിലാണ് സൂര്യനും വ്യാഴവും. സാമ്പത്തികമായിട്ട് അനുകൂലം തന്നെയാണ്. കുടുംബത്തിൽ നിന്നുള്ള പിന്തുണയോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ചില സഹായങ്ങളോ ഒക്കെ ഉണ്ടാകും. ജോലി സംബന്ധമായിട്ട് പറഞ്ഞാൽ എഴുത്ത്, അധ്യാപനം മുതലായിട്ടുള്ള മേഖലകളിൽ, അതുപോലെ മീഡിയ മുതലായിട്ടുള്ള IT മുതലായിട്ടുള്ള മേഖലകളിലുള്ളവർക്ക് അനുകൂലമാണ്. സാമ്പത്തികമായിട്ട് സ്ഥിര ശമ്പള വർധനയും മറ്റുമൊക്കെ കിട്ടാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഓൺലൈൻ ഇടപാടുകളിലോ അല്ലെങ്കിലുള്ള എഴുത്തുകുത്തുകൾ മുതലായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ചില അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ആരോഗ്യ സംബന്ധമായിട്ട് ഉറക്കക്കുറവുണ്ടാകാം, അതുപോലെ ചില അലർജിക് രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രാണായാമം മുതലായിട്ടുള്ള കാര്യം, യോഗ പരിശീലനം, യോഗ ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗുണം ചെയ്യും. കുടുംബത്തിൽ സംസാരത്തിൽ കുറച്ച് പക്വത കാണിച്ചാൽ, അതുപോലെ സൗമ്യത പാലിച്ചാൽ കുടുംബത്തിലെ ഐക്യം വർദ്ധിക്കും. സാമ്പത്തികമായിട്ട് കുടുംബത്തിലെ സാമ്പത്തിക തീരുമാനങ്ങളിൽ ഒക്കെ നമ്മുടെ അഭിപ്രായം മറ്റുള്ളവർ കേൾക്കാനും അത് അംഗീകരിക്കാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം തന്നെയാണ് വളരെ ഫലം ചെയ്യുക. സഹസ്രനാമ ജപം, വിഷ്ണു സഹസ്രനാമം ജപം ഒക്കെ വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് ദാനം ചെയ്യുക, വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പഠനോപകരണങ്ങൾ, പുസ്തകം മുതലായിട്ടുള്ളവ ദാനം ചെയ്യുന്നതും അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യുന്നതാണ്.